കണ്ടോ, ഒന്ന് കാണിക്കും, ഞങ്ങളെ ക്യാമറയിൽ കാണിക്കും, മേടിച്ചെന്ന് ചെയ്യും. അമ്മ ഗിഫ്റ്റ് ചെയ്തതാണോ? പേടി മാറാനായിട്ട് അമ്മ എന്താ പറഞ്ഞത്? ഇന്ന് നിങ്ങളുടെ ഒരു ടിപ്പ് എന്താണ്? അമ്മേനെ കെട്ടിപ്പിടിച്ച എനിക്ക് പേടിയാണ്. ഇത് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെടുപ്പിച്ചാൽ അവൾ കറക്റ്റ് ആയിട്ട് പറയും. എനിക്ക് ഇങ്ങനെ കിട്ടിയില്ല. ഞാൻ അവിടെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോയി. പക്ഷേ എന്നാലും ബ്ലാങ്ക് ആയി പോണ്ടെന്ന് വെച്ചിട്ട് അത് എന്തെങ്കിലും നല്ല മീനിങ് ആയിരിക്കും അവർ ചോദിക്കുക. വേദിക കുട്ടി, ആരായിരുന്നു ഈ ഒരു പേജന്റിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും വേദുവിന്റെ ദ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ ആരായിരുന്നു? ചിയർ ലീഡർ? എൻ്റെ അമ്മ. ഓ, അമ്മയാണ്. ഡ്രസ് ആരാ ഫിക്സ് ചെയ്തതല്ല? അമ്മ. ഇന്ന് ഒരുക്കിയത് ആരാണ്? അമ്മ. എല്ലാം അമ്മയാണ്. അമ്മയുടെ പേരെന്താണ്? സുചിത്ര. ഓക്കെ. എന്താണ് അമ്മ പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് പോകുന്നതിന് മുമ്പ്? ഒരു ടിപ്പും സീക്രട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞങ്ങൾക്കും കേൾക്കണം. ഒന്നും പറഞ്ഞു തന്നില്ല അമ്മ? നല്ല പ്രൈസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. സമ്മാനം കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ ശരിയാക്കി ഞാനെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. തോറ്റാലും കുഴപ്പമില്ല, ജയിച്ചാലും കുഴപ്പമില്ല, പൊയ്ക്കോന്നാണോ പറയാ? എന്താ പറഞ്ഞത്? എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ല പ്രൈസ് അടിച്ചോളാം. എന്നിട്ട് പ്രൈസ് കിട്ടിയപ്പോ അമ്മ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്റെ അമ്മയൊക്കെ ആയിരിക്കണായിരുന്നു സന്തോഷം ചാടിയനെ. ഒന്നും പറഞ്ഞില്ലേ? എന്താ സുചിത്രാമ്മ ഒന്നും പറഞ്ഞത് ഞങ്ങളുടെ കുട്ടിയുടെ അടുത്ത്? ഒന്നും പറഞ്ഞില്ല അമ്മ? കണ്ടോ, ഒന്ന് കാണിക്കും, ഞങ്ങളെ ക്യാമറയിൽ കാണിക്കും, മേടിച്ചെന്ന് ചെയ്യും. അമ്മ ഗിഫ്റ്റ് ചെയ്തതാണോ സ്റ്റാർ ലേഡി ആയപ്പോ? ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. വലുതാവുമ്പോ ആരാവണമെന്ന ആഗ്രഹം? എനിക്ക് വലുതാവുമ്പോ ഡോക്ടർ ആവാൻ ആഗ്രഹം. ഓ ഗ്രേറ്റ്. കണ്ടോ, ഞങ്ങളെ റൂട്ടിലേക്ക് വരണം. ഇന്റർവ്യൂ തീരാറായപ്പോഴാണ് ഞങ്ങൾ ട്രാക്കിലായിരുന്നുള്ളൂ. അപ്പൊ ഡോക്ടർ ആയാൽ മതി വലുതാവുമ്പോ. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനെ പേജന്റിൽ പോണം എന്നൊക്കെ? അമ്മയുടെ ഐഡിയ ആണ്. ആഹാ. അപ്പൊ തനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല പേജന്റിൽ പോവാൻ? പേടി ഉണ്ടായിരുന്നു സ്റ്റേജിലൊക്കെ നടന്നപ്പോ? ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ പേടീനെ കവറപ്പ് ചെയ്തത്? എന്താ വെച്ചാ ഞങ്ങൾക്കൊരു ആക്ഷൻ ആണ്. ഇതെന്താ ഈ ചേച്ചി ചോദിക്കുന്നത്? എന്നിട്ട് ഈ ക്രൗൺ ഒക്കെ കിട്ടിയപ്പോ ഇപ്പൊ എന്താ പ്രിൻസസിനെ പോലെ ഉണ്ട് കാണാൻ. നമ്മൾ സ്റ്റോറി ഒക്കെ വായിക്കില്ലേ, സ്റ്റോറി ബുക്കിലൊക്കെ ഉള്ള പ്രിൻസസിനെ പോലെ ഉണ്ട് കാണാനായിട്ട്. ഈ ക്രൗൺ കിട്ടിയപ്പോ ഒരു സന്തോഷായില്ല? സന്തോഷായി. പേടി മാറാനായിട്ട് അമ്മ എന്താ പറഞ്ഞത്? ഇന്ന് നിങ്ങളുടെ ഒരു ടിപ്പ് എന്താണ്? അമ്മേനെ കെട്ടിപ്പിടിച്ച എനിക്ക് പേടിയാണ്. പേടി മാറും. ഓ, അമ്മയുടെ ഹഗ്ഗിലാണോ എല്ലാം ഇരിക്കുന്നത്? ശരി ശരി. ഈ ക്രൗൺ ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് മോൾ സ്കൂളിൽ പോയില്ലേ? അപ്പൊ എന്താണ് ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞത്? ടീച്ചേഴ്സും ഫ്രണ്ട്സും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ നല്ലതാന്നൊക്കെ പറഞ്ഞു. എന്താ പഠിക്കാനാണ്? ഡോക്ടർ ആവാൻ പിന്നെ പഠിക്കണല്ലോ അല്ലേ? പഠിക്കാൻ നല്ല ഇഷ്ടമുള്ള ആളല്ലേ? അപ്പം ഈ ക്രൗൺ ഒക്കെ കിട്ടിയതിന് ശേഷം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നില്ലേ, കുറെ ഇവന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട്? ഒരു MLA വന്ന് അനുമോദിച്ചു എന്നൊക്കെ ഞാൻ അമ്മ പറഞ്ഞു കേട്ടല്ലോ. എന്താ സംഭവം? ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ, പറയും. എനിക്ക് ഈ ടൈറ്റിൽ കിട്ടിയപ്പോ ആൾക്കാരെല്ലാരും കൂടി വന്നിട്ട് ഇങ്ങനൊരു പരിപാടി നടത്തിയതാണ്. ഓ, അപ്പം മൊത്തത്തിൽ ഇപ്പൊ അവിടെയൊക്കെ സ്റ്റാർ ആയിട്ട് ഇരിക്കുവാണ് അല്ലേ? സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഓ, ആരുടെ ഹീറോയിനായിട്ട് അഭിനയിക്കാനാണ് ഇഷ്ടം? ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം? ആരില്ലേ? ഒറ്റയ്ക്ക് സിനിമ അഭിനയിക്കാനാണ് ഇഷ്ടം? ഫേവറേറ്റ് ആക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ആരുടെ കൂടെ അഭിനയിക്കാനാ മോന് ഇഷ്ടം? മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കണം. ശരി, സമ്മതിച്ചു. വൈ ഡു യു ലൈക്ക് ലാലേട്ടൻ? എന്താ ലാലേട്ടൻ ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം? ഞാൻ പറയാം. ഓപ്ഷൻ A മീശ, ഓപ്ഷൻ B മുണ്ട് മടക്കിയിട്ടുള്ള ഇടി, ഓപ്ഷൻ C കണ്ണട, റെയ്ബാൻ ഗ്ലാസ്. എന്താണ് ഇഷ്ടം? അതോ ഓപ്ഷൻ 4 എല്ലാം? ഓക്കെ. ലാലേട്ടനെ വെച്ച് പടം എടുക്കാനുള്ള ഡയറക്ടേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വേദിന് ഒരു അവസരം കൊടുക്കുക. ഓക്കെ, താങ്ക് യു വേദു. ഞാൻ അതിനെ കുറെ ചോദ്യം ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എല്ലാരോടും ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഒരു വേദു ഇങ്ങനെ. എനിവേ, ഈ ഒരു എൻറ്റയർ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ട് തോന്നിയ ഒരു റൗണ്ട് ഏതായിരുന്നു? Obviously question answer round Q&A. You all remember എന്തൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയെന്ന്? Yes. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇനി how you will remove the if you got the title, what will you remove from the universe? എന്താ ഉത്തരം പറഞ്ഞത്? I said inequality among human beings.
ലൈക്ക് എനിവേർ എവിടത്തെ എവിടുത്തെ ഈവൻ നമുക്ക് ലോകത്തിലെ എല്ലാ ഇനീക്വാളിറ്റി ലൈക്ക് നമുക്കറിയാം ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ജെൻഡർ മാത്രമല്ല, ജെൻഡർ അതുപോലെ കാസ്റ്റ് പല- അതെ ആ, അതെ എല്ലാം ഉണ്ട്. ഇതെല്ലാം റിമൂവ് ചെയ്ത് കിട്ടുക എന്നുള്ളത് വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ വി വിൽ ഹോപ്പ് ഇൻഇക്വാലിറ്റി എടുത്ത് കളയുന്നത്. ഓക്കെ, എന്തായിരുന്നു അർപ്പിതയ്ക്ക് കിട്ടിയത്? ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ എന്താണ് പഠിച്ചൊരു മെസ്സേജ് എന്നായിരുന്നു ചോദിച്ചാൽ ഞാനപ്പോൾ നെവർ എവർ ഗീവ് അപ്പ് എന്നാണ് പറഞ്ഞത്. ഒരു ഗീവ് അപ്പിംഗ് സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് പാജൻറ്റ് മിസ് സ്റ്റാർ ലേഡി ഓഫ് കേരള സിഗ്നിഫിക്കൻ്റ് തന്നെ ജോയിൻ ചെയ്യും. അതിൽ ടൈറ്റിൽ വിന്നർ ആയിരുന്നു. അപ്പം ഞാൻ മിസ് സ്റ്റാർ ലേഡി ഓഫ് സൗത്ത് ഇന്ത്യയിൽ. അപ്പം ഗിവിങ് അപ്പ് സിറ്റുവേഷനിലാണ് ഞാൻ ടൈറ്റിൽ വിന്നർ ആവുന്നതും. ആ ഒരു ജേർണിയിൽ എനിക്ക് പറ്റിയ സെൽഫ് ഡൗട്ടൊക്കെ മാറി, ഇൻസെക്യൂരിറ്റി മാറി. എനിക്കൊരു കഴിവുണ്ട്, എനിക്ക് മുന്നോട്ട് ഇങ്ങനെ ഉണ്ട് എന്നൊരു സാധനം തുറന്നു തന്നൊരു പ്ലാറ്റ്ഫോമാണ്. സോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എനിക്കത് പറയാനും പറ്റി. എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു സാധനമാണ്. എന്തൊക്കെ വന്നാലും നെവർ എവർ ഗിവ് അപ്പ്. അത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, വേദുവിന്റെ അടുത്ത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്? മൈസെൽഫ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേദുവിന്റെ മൈസെൽഫ് ഒന്ന് കേൾക്കാം. ഞാൻ അനൗൺസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വി ഹാവ് contestant number 3, Vedika on stage. Okay. My name is Vedika Dhanup. I am from Kothatuvalam. I study in Meriri Public School. My father name is Dhanup. My father is an engineer. My mother name is Sujitra. My mother is a nurse. My grandmother name is Pushponi TK. My grandmother is teacher. My brother's name is Dian. Thank you. ഇത് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെടുപ്പിച്ചാൽ അവൾ കറക്റ്റ് ആയിട്ട് പറയും. ഇത് ആരെ പഠിപ്പിച്ചെന്ന്? അമ്മ. എത്ര ദിവസം എടുത്തു ഇത് പഠിക്കാൻ? ഒരു ദിവസം കൊണ്ട് പഠിച്ചു. കാണാപ്പടം പഠിച്ചിരിക്കുകയാണ് അല്ലേ? ഫുൾ ഫാമിലി ഹിസ്റ്ററി ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഓക്കെ, ടിൻറ്റു മാമിന് അടുത്ത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? Q&A റൗണ്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 25% ലക്കും ബാക്കി ഒരു 75% നമ്മളുടെ ഒരു ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കാരണം ചില സമയങ്ങളിൽ നമുക്ക് നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോടും ചോദിക്കും. നമ്മൾ ശരിക്കും വിചാരിക്കും ആ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ അത് വളരെ നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അന്ന് എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു വേർഡിൽ നിങ്ങൾക്ക് നിങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയാൽ അത് എന്തായിരിക്കും എന്നുള്ളതാണ്. ഞാൻ തന്നെ ഭയങ്കര ഒരു സെൽഫ് ലവർ ആയതാണ്. എനിക്ക് ആ ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് സെൽഫ് ലവിനെ കുറിച്ചിട്ടുള്ളതും അതിലേക്ക് എത്തിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, മെഹക്? എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ വന്ന് നിൽക്കാനുള്ള പ്രചോദനം ആരാണ്, അത് എന്ത് കൊണ്ടാണ്? എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പ്രചോദനത്തിൻ്റെ അർത്ഥം എനിക്കിങ്ങനെ കിട്ടിയില്ല. അപ്പം ഞാൻ അവിടെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പക്ഷേ എന്നാലും ബ്ലാങ്ക് ആയി പോകണ്ടെന്ന് വെച്ചിട്ട് അത് എന്തായാലും നല്ല മീനിങ് ആയിരിക്കും അവർ ചോദിക്കുക. അപ്പം ഞാൻ അമ്മയാന്ന് പറഞ്ഞു. ഡെഫിനറ്റ്ലി അതിൻ്റെ അമ്മ തന്നെയാണ്. ആക്ച്വലി എനിവേ അമ്മ തന്നെയാണ്. കാരണം ഷീ ഓൾവേസ് ഹാവ് മോട്ടിവേറ്റഡ് മീ. എന്നും സപ്പോർട്ട്. നമ്മൾ ജന്മം തൊട്ട് ഇങ്ങനെ നോക്കണ ഒരാളായിരിക്കില്ല നമ്മളെല്ലാം വിജയത്തിൻ്റെ ഒരു കാരണം. അപ്പോൾ അമ്മ തന്നെയാണ്. എനിക്ക് ഒരു 100 പ്രാവശ്യം തന്നെ എനിക്ക് പറയാൻ പറ്റും. ഐ റിയലി താങ്ക് മൈ മോം ഫോർ എവറിത്തിങ്. ആൻഡ് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുള്ള ടൈറ്റിൽസ്, മൊമെൻറ്റോസ്, സർട്ടിഫിക്കറ്റ്സ്, everything that I've secured till today is because of my mother. So ഞാൻ ഇതന്നെയായിരുന്നു പറഞ്ഞത്. ഗ്രേറ്റ്. അതാ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആണല്ലേ. അവർക്ക് പ്രചോദനത്തിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ കൂടി ഷീ കൈൻഡ് ഓഫ് മെയ്ഡ് അപ്പ് ഹർ മൈൻഡ് സംതിങ് എന്തോ ഒരു നല്ലതായിരിക്കും. അമ്മ ഇസ് ദ സേഫസ്റ്റ് ആൻസർ. എനിവേ, നോ വണ്ടർ ആ ഒരു ക്രൗൺ അല്ലേ മോളുടെ ഹെഡിൽ വെച്ച് കൊടുത്തതിന്. എനിവേ, സോ ഗ്ലാഡ് ഇതേപോലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്രെയിം തന്നെ നോക്കൂ. പല ഏജിലുള്ള അല്ലേ, ഒരു ചെറിയ കുട്ടിയുണ്ട്, ടീനേജർ ഉണ്ട്, അമ്മയായ ഒരു കുട്ടി, ഒരു ലേഡി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻറ് ഉണ്ട്, വർക്കിംഗ് പ്രൊഫഷണൽ ഉണ്ട്. സോ നമ്മുടെ സമൂഹത്തിൻ്റെ പല വാക്സ് ഓഫ് ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ഒരുപാട് പേരെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് നിങ്ങൾ ഓരോരുത്തരും. സോ യാ, പ്ലീസ് കീപ് ഇൻസ്പയറിങ് എവ്രി വുമൻ ഔട്ട് ദെയർ. നിങ്ങൾ എല്ലാവരും ഒരു വലിയ പ്രചോദനമാണ്. ഇനി കരിയർ പെർസ്യൂ ചെയ്യാനും പാഷൻ പെർസ്യൂ ചെയ്യാനുള്ളവർക്ക്, ഒരു സ്റ്റോപ്പ് വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്, ദോസ് ഹു ആർ സീയിങ് ബ്രൈറ്റ് ഫ്യൂച്ചർ അഹെഡ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വലിയ ആൻസറാണ് നിങ്ങളെല്ലാവരും. അപ്പം ഈ ഉത്തരങ്ങളൊക്കെ
ആദ്യമായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകളായിട്ട് നിങ്ങളിനി പോകാൻ പോകുന്നത് ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷനിലേക്കാണ്. വേറെ മറ്റുള്ള സ്റ്റേറ്റ്സിൽ നിന്നും എല്ലാവരും ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടാകും. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടെൻഷൻ ഉണ്ടോ? വളരെ ചെറിയ രീതിയിൽ, കാരണം പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഞങ്ങളിലുള്ള വിശ്വാസം അത് ഈ ഒരു പെജൻറ്റ് നിന്ന്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഇപ്പം ഒരുപാട് ഞങ്ങളിൽ സ്വയം വിശ്വസിക്കാൻ തുടങ്ങി. അപ്പം ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇത് നമ്മൾ കണ്ടു കേട്ടിട്ടുള്ള അറിവല്ലേ ഉള്ളൂ. നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ പോകുന്നതിന് വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഒരു ഡ്രീം ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണത്. നമുക്ക് ഈ സിഗ്നിഫിക്കൻറ്റ് കമ്പനിയിൽ കാശി സാർ അത്ര നന്നായിട്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗ്രൂമിങ് ആണെങ്കിലും എന്താ പറയുക, നമുക്ക് ആൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പം നമുക്ക് വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് അത് തീർന്നു കഴിയുന്ന വരെ നമ്മൾ സേഫ് സോണിലാണ്. അതാണ് എല്ലാവരും വിചാരിക്കുന്ന പോലെ. നമ്മൾ പല എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ മോഡലിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭയങ്കര പേടിയുള്ളൊരു ഇൻഡസ്ട്രി. പക്ഷേ ഇവിടെ നമുക്ക് ഇൻഡസ്ട്രിയേക്കാൾ കൂടുതൽ നമുക്ക് ഇൻഡസ്ട്രി നമ്മളെയും കൂടി ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പേടിയില്ല. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കോൺഫിഡൻ്റ് ആയിട്ട് ലാസ്റ്റ് വരെ നിൽക്കാനായിട്ട് നമുക്ക് പറ്റും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സാറ് നോട്ട് ചെയ്തിട്ട് നമ്മളെ അത് കറക്റ്റ് ചെയ്തിട്ടാണ് സാറ് ഒരു ഇതിലേക്ക് നമ്മളെ ഇറക്കുക. അപ്പം നമുക്ക് ആ ചെറിയ ചെറിയ നമുക്ക് തീരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾക്ക് പോലും ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെജൻറ്റിൽ വന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരും തന്നെ നോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ വാക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആക്കാൻ സാറ് കയറ്റില്ല, റാമ്പിലേക്ക് കയറ്റില്ല. ആണല്ലേ? ഓക്കെ. സോ മെഹക്, ആർ യു എക്സൈറ്റഡ്? ഇനിയിപ്പം നാഷണൽ ലെവലിലേക്ക് പോവാണ്. ഒരുപാടധികം ടീംസ് ഉണ്ടാകും. ഞാൻ പോയതാണ്, പക്ഷെ എനിക്ക് കിട്ടിയില്ല നാഷണൽ ലെവലിൽ. യു ഷുഡ്. ഓക്കെ, ആർ യു എക്സൈറ്റഡ്? ഐ എം റിയലി എക്സൈറ്റഡ്. ഈ ഇന്ത്യ പെജൻ എന്നൊക്കെ പറയുമ്പോൾ അത്ര ചെറുതല്ല, എസ്പെഷ്യലി സിഗ്നിഫിക്കൻറ്റ് കമ്പനിയുടെ എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ഐ എം ഓൾസോ റിയലി പ്ലഷേർഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എന്തായാലും അവിടുത്തെ കണ്ടസ്റ്റൻസ് എപ്പോഴും ദേ ആർ റിയലി സപ്പോർട്ടീവ്. പിന്നെ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ് ഓൾവേസ് ബിൻ he always have taught us to be more confident and more to believe in ourselves in whatever we do, and to just lock in whatever we are currently doing. So ഈ ഇന്ത്യ പെജൻ എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർക്ക് കുറച്ച് ഇതൊക്കെ ആവും, ദേ മൈറ്റ് ബി ഷേക്കിംഗ് എ ബിറ്റ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ആൾക്കാർ ദിൽ ബി ദേർ ടു make us to get us calm down. പിന്നെ ഈ അടുത്ത പെജൻറ്റ് എക്സൈറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ത്യ പെജൻറ്റ് സിഗ്നിഫിക്കൻറ്റ് കമ്പനി അതൊക്കെ it might actually be a good title. പിന്നെ my mom has always told me കിട്ടി പോയാൽ അത്ര ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ കാര്യം അവിടെ ചെയ്യുക, ജസ്റ്റ് ബി കോൺഫിഡൻറ്റ്. സോ ഐ ജസ്റ്റ് ലോക്ക് ഇൻ ടു ദാറ്റ് വൺ quote of her always in every pageant I goes. All right. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെല്ലാവരെയും നിങ്ങൾ പ്രൗഡ് ആക്കും തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പം you can also join with us, you have all that looks. Thank you. സോ എൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ വിഷസും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ് to everything bright in your future. എല്ലാം വളരെ നന്നായി നടക്കട്ടെ, and all the very best for the competition. Thank you.